സ്കേർട്ട് ഇട്ടുകൊണ്ട് എന്നെ മുട്ടിടിക്കുന്നത് കാണുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് പൊതുവെ കേരളത്തിലെ പിള്ളേർ ഭയങ്കര സ്റ്റൈലിഷ് ആണ് തോന്നുന്നു. ഇത്ര ഉള്ള പോലെ എനിക്ക് ഒരു ഫാഷൻ ആയിക്കോണുള്ളൂ. നമ്മുടെ ഈ സൈഡില് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കുറച്ച് പേര് ഇരിപ്പുണ്ട് കേട്ടോ. ആണോ? ശരിക്കും ഇവരുടെ കൂടെ അങ്ങനെ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ കൂടിയും അത്രത്തോളം ഡിക്യുവിനെ ഒന്ന് നേരിൽ കാണണം. ഒന്ന് ഇവിടെ വരാമോ? ഉണ്ട്, നല്ല എനർജി ഉണ്ട്. ഇവർ കുറച്ചൊരു വൈബ്രന്റ് എനർജി ആണെന്നേ ഉള്ളൂ. നമ്മളൊരു ഒരു മിനി ഫിലിം ചെയ്യുന്ന അത്രയും തന്നെ രസകരവും അതിലൊരു കഥയും ടിപ്പിക്കലി ഒരു ഡാൻസ് കൊറിയോഗ്രാഫി ഒക്കെ ഉണ്ടാവും. ഞാനതുകൊണ്ട് കുറച്ച് പേടിച്ച് വരേണ്ടൊക്കെ വരുന്നത്. എനിക്ക് ഡാൻസ് അത്ര ഇഷ്ടമല്ല. പക്ഷേ എങ്ങനെയെങ്കിലും അവർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതുവരെ ചെയ്ത എല്ലാ ആഡ്സും ഭയങ്കര മെമ്മറബിൾ ആണ്. അത് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഡാൻസ് ചെയ്തില്ലെന്ന് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. എന്നെ തലക്കകത്തുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ല. എന്നോടൊന്ന് നീങ്ങി നിൽക്കുന്നു, കാരണം കാണാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ കേരളത്തിന്റെ ഒരു യങ്സ്റ്റേഴ്സ് ആണ് ഇവിടെയുള്ള എല്ലാവരും. എന്നെക്കാളും ഫാഷനബിൾ ആണ്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോ ഒത്തിരി പഴയ ട്രെൻഡായി. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളെ കണ്ടോ എനിക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടാൻ. ഇല്ല, പക്ഷെ എനിക്ക് പൊതുവെ കേരളത്തിലെ പിള്ളേർ ഭയങ്കര സ്റ്റൈലിഷ് ആണ് തോന്നുന്നു. ആരെയായിരിക്കും അത് ഞാൻ ഇത്ര ഉള്ള പോലെ എനിക്ക് ഒരു ഫാഷൻ ആയിക്കോണുള്ളൂ. എല്ലാവരും വിചാരിക്കുന്നത് എന്റെ വീട്ടിലുള്ള ആളാണ്. ആക്ച്വലി എനിക്ക് അറിയാം ഇത് തന്നെയായിരിക്കും ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആൻസർ. ഇന്നലെ വരെ എനിക്ക് ദുബായിൽ എന്തോ ഒരു ഇവന്റ് പോയപ്പോൾ ഞാൻ ആ ഔട്ട്ഫിറ്റ് നോക്കിയിരിക്കുന്നത്. ഞാൻ കണ്ടു. എന്ത് അടുത്ത് ഇടും അല്ലെങ്കിൽ എന്ത് ട്രെൻഡായിരിക്കും അടുത്ത് സെറ്റ് ചെയ്യാൻ പോകാൻ നമുക്ക് പറയാം. ഞാൻ ആക്ച്വലി ആ പോസ്റ്റ് കണ്ടപ്പോ ഷാനി അതിന്റെ താഴെ എഴുതുന്നു, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെയാണ് ശരിക്കും ഞാൻ ആഗ്രഹിച്ച ഉത്തരവും അത് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്. താല്പര്യമുള്ളവരോട് റീൽസ് ഒക്കെ ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു അടിപ്പൻ സമ്മാനം ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീൽ ചലഞ്ച്. അപ്പൊ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഡാൻസ് ചെയ്യാൻ പേടിയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കും. എന്ത് ചെയ്താലും എന്നെക്കാളും ബെറ്റർ ആയിരിക്കും. അതിലെനിക്ക് ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾ പൊളിച്ച് ചെയ്യും. വിന്നേഴ്സ് എന്തായാലും തകർപ്പൻ ഗിഫ്റ്റ് ആയിരിക്കും. സ്വയംവര ഒരിക്കലും ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ സ്കേർട്ട് ഇട്ടുകൊണ്ട് എന്നെ മുട്ടിടിക്കുന്നത് കാണുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് വൺ ഓഫ് ഹ്യൂജ് ഫാൻ. എനിക്കൊരു ഹഗ് തരും. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിൽ താമത ഷോറൂമിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നല്ലൊരു കയ്യടി ആവാട്ടോ. നമുക്ക് ചെറിയ ചടങ്ങുകളുണ്ട്. പ്രത്യേകിച്ച് ഇവരോടൊപ്പം നമ്മളിനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു സെൽഫിയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന് മുൻപ് നമുക്ക് നമ്മളുടെ ഷോറൂമിൻ്റെ ഒരു AV നമുക്കൊന്ന് ജസ്റ്റ് കാണാൻ പോവുകയാണ്. സോ അതെ, നമുക്ക് നമ്മുടെ ഷോറൂം, കോട്ടയം സ്വയംവര സിൽക്സിൻ്റെ ഷോറൂം നമുക്കൊന്ന് AVയിൽ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് സെൽഫിയിലേക്ക് കിടക്കാം അല്ലേ? കോട്ടയം
ഇത്രയും നേരം കാത്തു വെച്ചിരുന്ന എല്ലാ എനർജിയും അവരിപ്പൊ കാണിച്ചിരിക്കുകയാണ് കേട്ടോ. പോരെ, ഞാൻ വാക്ക് പാലിച്ചു വിട്ടോ. Full power ല് guys. ചില പട്ടുകൾ നീങ്ങുന്നത് അറിയില്ല. Thank you so much. We all love you, D Group. Love you so much. ആഘോഷങ്ങൾ അവസാനിച്ചിട്ടില്ല. Thank you so much, sir. കോട്ടയം ഐ ലവ് യു. എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇനി ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ഇങ്ങോട്ട് വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒളിച്ചും പാത്തും കാര്യം പറയുന്നത് ഇവിടെ വരാറുണ്ട്. കോക്കോ നമുക്ക് വളരെ അടുത്ത് ഇഷ്ടപ്പെട്ട വേണ്ടപ്പെട്ട ഒരു സുഹൃത്തും ബന്ധുവിൻ്റെയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇനി അടുത്തൊരു ഷൂട്ടിന് എല്ലാവരും വന്ന് കാണാം. ബൈ, താങ്ക് യു. Thank you, sis. ആ റോഡിൽ ഒന്ന് കയറിക്കോ. അതെ ലെഫ്റ്റ് 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 മോനെ കാല്